സോ വെൽക്കം ബാക്ക് ആൻ്റണി ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇന്നലെ കളിച്ച ജുറാസിക് പാർക്കിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ പാർക്ക് സെറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പാർക്ക് അവിടെ ബിൽഡ് ചെയ്തു. അതിലെ ഡൈനോസറിനെ എല്ലാം ഓരോരോ കൂട്ടിലാക്കി. പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. സോ ഇന്ന് പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും പറയുന്നത് കേട്ടതുപോലെ ഗെയിം സൗണ്ടും പിന്നെ ഇത് ക്വാളിറ്റിയും അത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ റെഡിയാക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈവ് ചെയ്യാനുള്ളൊരു ഇതിലല്ല. ഒരു 5 മിനിറ്റിൽ 5 മിനിറ്റാണ് ഇപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വേറെ ഗെയിം വരുന്നുണ്ട് അതിൻ്റെ കൂടെ. ഇതിപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഗെയിമിലോട്ട് കയറാം. അപ്പം വാഷിങ്ടൺ എന്ന് പറഞ്ഞൊരു മിഷനാണിത്. Many of these wild animals are getting close to their border. We'd like to prevent them from crossing it. We being the CIA. My division is the DSD, Dangerous Species Division. I'm Dr. Dua. I have an extensive background in paleo research in this very field. At Jurassic World, and now other locations I'm not at liberty to discuss. However, I have history with many of the people involved here. A poacher camp. What remains of it, anyway. Amateurs. They only succeeded in getting themselves and others killed. And making our job that much more difficult. Okay. Dr. Dua, the dinosaurs are still agitated. Tranquilizing them would appear to be the best option at this point. Let's do it as safely and quickly as we can. Approach. Okay. Not to shoot here. Okay. കൊണ്ടില്ല അവന്. വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഇതാക്കാം. ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ആശാൻ. അവനെ വീഴ്ത്തിയിട്ടുണ്ട്. മറ്റേ ആളവിടെ, മറ്റേ ചെറുക്കനുണ്ട്. അതുണ്ട്. കൊണ്ടില്ല. കൊണ്ടു. ഓക്കെ, സെറ്റ്. അപ്പോൾ ഡൗൺ ആയിട്ടുണ്ട്. Just as an organization has key players, me, it also has key facilities that it needs to run effectively. So you should get started with the construction of an arrival building, a control center, and also a backup generator to supply power. എത്രയാണ് നമുക്ക് റെഡിയാക്കുള്ളത്? ഇതാണ് കൺട്രോൾ സെൻറ്റർ. നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, സ്ഥലമൊന്നുമില്ല, ഇവിടെ വെക്കാം. അടുപ്പിച്ച് വെച്ചിട്ട് മതി. അങ്ങോട്ട് വെക്കും. ഓക്കെ, കൺട്രോൾ സെൻറ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും വേണ്ടത് നമുക്ക് പവർ ജനറേറ്റർ. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെക്കാം. അതിൻ്റെ തൊട്ട് അത്രയും സ്പേസ് കിട്ടുന്നതാണ്. അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ നോക്കാം. പവർ ജനറേറ്ററും വെച്ചിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, രണ്ടും സെറ്റാണ്. ഇനി നാളുടെ പൊട്ടിച്ചെടുക്കുവാണ്. ഉമ്മല്ലാതെ പൊട്ടിച്ചു, അതാണ് പ്രശ്നമായത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിനോട്ടുള്ള പാത്താണ് നമുക്ക് ഇനി അടുത്ത് സെറ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ പാത്ത് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കപ്പ് ജനറേറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറൈവൽ പോയിന്റ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. എപ്പോഴും അറൈവൽ പോയിന്റ് കണ്ട്
അറൈവൽ പോയിന്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ്റ് ആക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പോൾ ജോയിൻ്റ് ആക്കണം, അത് സ്പീഡ് കൂട്ടാം. പാത്താണ് ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത്. പാത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. Not bad if I do say so myself. I Okay. guess I am. But we're also going to need a response facility. Your Response response to this directive should be to get one facility ആണ് ഇനി built. അടുത്തത് നമുക്ക് You see what I റെഡിയാക്കാനുള്ളത്. did there, huh? Response. Never mind. Don't respond. ഓക്കെ, ഇവിടെ എല്ലാം പൊട്ടിച്ച് കിടക്കുകയാണ്. മരെല്ലാം പൊട്ടിച്ചെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതിന് വേണ്ടതെന്ന് പറയുമ്പോഴത്തേന് അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നമുക്ക് ഇനി അടുത്തത് വേണ്ടത്. അടുത്തായിട്ട് വേണ്ടത് ഇതാണ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇവിടെ നേരെ കാണുന്നിടത്ത് വല്ലതും വെക്കാതാകുമ്പോൾ അവിടെ നിന്ന് കയറി പോവാം. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അതിനും പാത്ത് വേണമെന്ന് തോന്നിനി. അതിനും ഇനി അടുത്ത പാത്ത് വേണം. അപ്പം പാത്ത് റെഡിയാക്കട്ടെ. ഓക്കെ, അത് സെറ്റാക്കിയിട്ടുണ്ട്. Claire, we need to get the dinosaurs into new holding enclosures. The ones we've already captured. Ensure the Yep, that's right. And we'll walk them away and as comfortable as possible. ഇനി എനിക്കും തോന്നിപ്പോഴും എനിക്കാറായി, ടൈം ആറായി. അപ്പോഴും നമ്മൾ ഉമ്മാരെ എടുത്തിട്ട് കൂട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിന് ഉമ്മാർക്ക് വേണ്ട കാര്യങ്ങൾ, സിഗ്നൽ പോയിന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. സിഗ്നൽ പോയിന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം സെറ്റ്. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു കാര്യം ചെയ്യും. ഇവിടെ പൊട്ടിച്ചിട്ട് പഴയ പോലെ ഇവിടെ ഇത് പൊട്ടിക്കേണ്ടി വരും. എന്നിട്ട് ഗേറ്റ് വെക്കാം. ചരിച്ചൊക്കെ പണിഞ്ഞിരിക്കുന്ന കുഴപ്പമില്ല. നമുക്ക് ഇപ്പം എണ്ണിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോടെ വണ്ടി എടുത്തോണ്ട് ഇതാണ്ട് അവൻ വരുന്നത്. ഓക്കെ, നിയമാർക്കുള്ള ഫുഡാണ് വേണ്ടത്. മിസ്സിങ് കംഫോർട്ട്, ഹെൽത്ത്, എൻവയോൺമെൻറ്റ്. ഇതിവിടെ വെക്കുക. ഇത് വാട്ടറാണ്. ഇത്
അത് കൊള്ളാം. ഇവിടെ ഒന്നും വെക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ കൊടുക്കണേൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ വലിയ ഐസാണ്. കുറച്ചുകൂടെ ഇതാക്കേണ്ടി വരും. ഫ്രണ്ട്സ് ബ്ലോക്കുണ്ടെന്ന് യവന്മാരത് നശിപ്പിച്ചടേ. പോയി ഓക്കെ കിട്ടി. ഇതാണ് പ്രശ്നമായത്. ഡൗൺ ദേവൻ. എന്താണ്ടത്? Heading to collect the asset. Picking up asset. അത് പൊട്ടി. പിന്നെ തൽക്കാലം നമുക്കൊന്നുകൂടെ പോയിട്ട് ശരിയാക്കേണ്ടി വരും. ക്ലിയറാന്ന് തോന്നുന്നില്ല. ക്ലിയറായി. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടുന്നുണ്ട്. അതാണ് പിന്നെ പ്രശ്നം വന്നിട്ടാണ്. പൈസയും കുറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇതൊന്ന് റെഡിയാക്കി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഓപ്പൺ സ്പേസ് ഇല്ലെന്ന് അവന്മാർക്ക്. ഓപ്പൺ സ്പേസ് അല്ലേടെ നിനക്ക് തന്നിരിക്കുന്നത്. കൊന്നു വായിലിട്ടവൻ. ഇത്രയും മതിയോടെ നിനക്ക്? ഇവൻ എന്താണ്? സാൻഡ്. അവന് മണ്ണ് വേണോ ഇനി? മാർക്ക് വേണ്ടി മാത്രം സാൻഡ് യവൻ മാത്രമേ എല്ലാത്തിനും തിന്നുള്ളൂ. പിന്നെ സാൻഡല്ലേടാ നീ ഇവിടെ ഇട്ടത്. നീ വേണോടാ നിനക്ക് സാൻഡ്? ഓ ഈശോ, ഇതായിരുന്നോ സാൻഡ്? സോറി മനെ.
മതിയോ മോനെ സാൻഡ്? ഇനി എന്താണ് ഇതിന് ഒന്നുകൂടെ വേണം അവന്? ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയും വെള്ളം കൊണ്ടെല്ലാം റെഡിയാണ്. റിസർച്ച് വ്യൂ ഗാലറിയാണ് ഇനി നമുക്ക് ഉള്ളത്. റിസർച്ച് വ്യൂ ഗാലറി, എമർജൻസി ഷിഫ്റ്റർ. They had dangerous animals here? Correct, Mr. Finch. We know where they were. But now, Mr. Grady, it's essential that we know where they are. I know my dinosaurs. I'd say they're headed off in this direction. Do you know your dinosaurs, Mr. Grady? Better than anyone. But these are not your dinosaurs, per se. You're just gonna have to trust me on this one. ഡേഞ്ചറസ് ആനിമൽസ് വേറെ ഉണ്ടെന്നാണ് അവന്മാർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി എടുത്ത് ഇറങ്ങിയത്. ഇവിടെ പോകാനും പറ്റുന്നില്ലേ? ടച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ് തോന്നുന്നു പറഞ്ഞത്. പോയി നോക്കാം. This looks promising. You know, not that I'm promising anything. കുറച്ചുകൂടെ നമുക്ക് താഴോട്ട് പോകേണ്ടി വരും. ലൊക്കേഷൻ കാണിക്കുന്നതാണ്. Move! Owen, are you okay? What is happening? Little busy right now. Please tell me you have things under control. Do you want me to lie? If it'll calm my anxiety, ഇതാണ് yes. സംഭവം. I'm a bundle of raw nerves. We're working the problem. We have a helicopter standing by, and they'll attempt to tranquilize the animal from the air. Attempt. അടിച്ചിടുന്നു. We need success, Dr. Dua, before it can eat Grady and the others. No, please don't say ഓടിത്തുള്ളുന്നവൻ. that. You believe in the team, right? You want me to lie? കൊണ്ട് ഓൾറെഡി കൊണ്ടു. മിസ്സായി. കൊണ്ടില്ല. ഇല്ല, എത്ര ദൂരത്തൊന്നും പോകുന്നില്ലല്ലോ ഇവിടെ. കൊണ്ട് അത്രേ ഉള്ളു. കിടക്കടാ നീയാണ്. ഇവനെ നീ ട്രാൻസ്പോർട്ട് അടിക്കണം. What's our status? We're close. We have everything almost under control, but the animal is injured. You need to get her to a secure enclosure for observation and treatment. I'll notify Dr. Dua. Oh, me? I'm fine. Thanks for asking. I'm interested to see what we can discover. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പരിശീലനത്തിന് ശേഷം ഒരു നല്ല കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ട് രണ്ടിനെ ഇട്ട്, രണ്ടാമന്മാർ ഇവിടെ ഇട്ട്. അപ്പോൾ അങ്ങനെ ആക്കി സംഭവം. പിന്നെ ഇനിയും കുറച്ച് പരിപാടിയുണ്ട്. ഇത് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി ടീമാണ്. റിക്രൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ റിക്രൂട്ട് ചെയ്തില്ലല്ലോ ഞാൻ. റിക്രൂട്ട് അവിടെ ചെയ്യാം. സയൻറ്റിസ്റ്റിനെ ഇനി റിക്രൂട്ട് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഈ ചെറുക്കനെ വയ്യ.
മെഡിസിൻ കൊടുക്കണം അവന്. To find the very best undiscovered musical talent, buckling down and breaking out of their local scene, share their gifts. എല്ല് പൊട്ടിയിട്ടുണ്ടല്ലോ അവൻ്റെ. ഇതിന് കുഴപ്പമുണ്ടോ? ഓക്കെയല്ലേ? ഇത്രേ ഉള്ളാന്ന് തോന്നുന്നു, മാക്സിമം ആണെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ മോനെ? നീ എല്ല് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അവനെ നമ്മള് മയക്കി കിടത്തിയിട്ടുണ്ട്. മയക്കി അങ്ങോട്ട് കിടത്തിയിട്ടുണ്ട്. Temporarily, let's get it transported to the Paleo Medical Facility, where we can treat its injuries. ഓക്കെ, ഇനി അതെടുത്തിട്ട് ഇനി ഇവിടെ കൊണ്ടുവരണം. ഡെലിവറി Acknowledging asset collection request. കുറച്ച് സ്പീഡപ്പ് ആക്കാം. Asset transportation in progress. Transportation complete. അപ്പോൾ അവനെ അത് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് കിടക്കുവാണ് അവൻ്റെ. ഇടയ്ക്ക് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവളെ പിടിച്ചോണ്ട് വന്നപ്പോഴേ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവനെന്താണോ അടുത്തത്? എവിടെയോ ഒരു ഇത് കണ്ടിരുന്നു. ഇവിടെ റീസപ്ലൈ ഫുഡ്. ഫുഡൊക്കെ കറക്റ്റായിട്ടുണ്ട്. മാർക്ക് ഉണ്ട്, കുഴപ്പമില്ല. അത് കഴിയാറായി, അവൻ്റെ പരിപാടി കഴിയാറായി. ഇവനും എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇവനും എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. സംഭവം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് വലുതായിട്ട് കൂടും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നത്. മൊത്തം നിങ്ങൾ ഇതാക്കുമ്പോൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് കട്ട് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രധാന പാർട്ട് മാത്രമേ ഇടുന്നുള്ളൂ, അല്ലാതെ വെളിയിൽ പോകുന്ന പാർട്ട് അങ്ങനത്തെ പാർട്ടൊന്നും ഇടാറില്ല. ഇപ്പം ഇതിനെ പിടിക്കാൻ പോയ പാർട്ടൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോഴും അതൊരു ഇൻട്രസ്റ്റിംഗ് ആവും. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റഡ്. ഓക്കെ, സെറ്റ്. എന്ത് ചെയ്ത് തിരിച്ചു പോയോ? ഓക്കെ.
Part of the healing process is to get some rest, preferably someplace comfortable. Always works for me. Same for the dinosaurs, I'd imagine. You imagine correctly. Not according to my ex. Yes, moving on then. We want to have the animal transported and then secure and comfortable in its enclosure, if you please. എനിക്കൊന്നും അവന് വയ്യാത്തതുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു ഫുഡൊന്നും കഴിക്കാത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും. അവനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഇവൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇവനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണം ഇനിയും. അപ്പോൾ അതിനെ കുറച്ച് പരിപാടിയുണ്ട് ഇനിയും. പിന്നെ ഇവൻ്റെ ഇനിയും അതിനെ നോക്കണം. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അവനെ ഇതിൽ ഗാലറി കിട്ടുന്നില്ല. ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് മൂവ് ചെയ്യണം ബിൽഡിങ് അവനെ കിട്ടുന്ന രീതിക്ക്. അത് ഇവിടെ വന്നിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. നേരെ ഒരു ഭാഗത്താകുമ്പോഴത്തേക്കിന് എല്ലാവരെയും കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇതവിടെ റെഡി ആവുന്നതനുസരിച്ച് നമുക്ക് ഹെൽത്ത് പോയിട്ട് നോക്കാം. വാഷിംഗ്ടൺ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു മിഷൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. സക്സസ്ഫുള്ളി. സിങ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. അവൻ എനിക്കൊന്ന് കാട്ടിൽ ജീവിച്ചു വന്നാന്ന് തോന്നുന്നത്. എനിക്ക് ഇത് കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതിൻ്റെതായുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയി. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 1 കൊണ്ട് അത് കാണുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.